ത്രിയേക ദൈവത്തിന്റെ അതിധന്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് വിശുദ്ധ ജീവിതം നയിക്കുന്നതിന്റെ ഫലമായി നമുക്ക് കിട്ടുന്ന ഒരു അവാർഡല്ലല്ലോ. പരിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ടി ദൈവം തരുന്ന സഹായമാണല്ലോ. അതിന് നമുക്ക് പരിശുദ്ധാത്മാവെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാർത്തോമാ സമാജം, വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രേയറിലേക്ക് വീണ്ടും പരിശുദ്ധാത്മശക്തി വെളിപ്പെട്ട് കിട്ടുവാൻ തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. ഓപ്പണിംഗ് പ്രേയർ നടത്തണമേ എന്ന് ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛനോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവെ, ഒരു ദിവസം കൂടി ദാനമായി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും കൈക്കൊള്ളുന്ന ദൈവം നീയാകുന്നുവല്ലോ. കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നവർക്ക് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകണമേ. ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, വാർദ്ധക്യത്തിലായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ. അവർക്ക് ആവശ്യമായ ശക്തി അവിടുന്ന് നൽകിയ സഹായിക്കണമേ. രോഗത്തിലും ദുഃഖത്തിലും കഴിയുന്നവരെ ഓർക്കുന്നു. ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്നു കർത്താവെ, അവരെ നീ ബലപ്പെടുത്തണമേ. അവിടുന്ന് സൗഖ്യം നൽകണമേ. നീ ഗിലെയാദിലെ വൈദ്യനും ഔഷധവുമാകുന്നു. ആവശ്യമായ എല്ലാ അനുഗ്രഹവും അവിടെ നൽകി സഹായിക്കണമേ. നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. യുവാക്കളെയും യുവതികളെയും അനുഗ്രഹിക്കണമേ. ജോലി ചെയ്യുന്നവരെ ബലപ്പെടുത്തണമേ. ജോലിക്കായി അന്വേഷിക്കുന്നവരെ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ. തിരുനാമഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ആയിരിക്കാൻ ഞങ്ങളെ ഇടയാക്കണം. ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ടതായി തീരണമേ. ഇന്ന് ഞങ്ങൾ പ്രാപിക്കുന്ന എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും തുടർന്നുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് വഴിയാഹാരമായി തീരുവാൻ ഇടയാകണമേ. ഇന്ന് വചനം ഞങ്ങൾക്കായി നൽകുന്ന പ്രിയപ്പെട്ട കൊച്ചമ്മയെ തിരുസന്നിധിയിൽ തരുന്നു. അവിടുന്ന് തന്നെ ഞങ്ങളോട് കൊച്ചമ്മയിൽ കൂടി സംസാരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം ഇപ്പോഴെന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ യുവാനിയോസ് തിരുമേനിക്കും എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചമ്മമാർക്കും മാർത്തോമാ സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് എല്ലാ ഹോൾ ഡയോസിന്റെ മെമ്പേഴ്സ് ആകുന്നു. എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ അച്ഛൻ പ്രാർത്ഥനയിൽ സമർപ്പിച്ചതുപോലെ ഇന്ന് ധ്യാന പ്രസംഗം നടത്തുന്ന ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട കൊച്ചമ്മയും സമർപ്പിക്കുന്നു. നാം ഇപ്പോൾ വായിച്ചല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവല്ലോ. നമുക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്ത നിമിത്തം നിന്റെ നാമത്തിൽ തന്നെ മഹത്വം വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന തുടരാം. ഒരു പാട്ടോടുകൂടി പ്രിയപ്പെട്ട ആൻ മാത്യു പാട്ട് പാടുന്നു. കേൾക്കാമല്ലോ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ,
തേടും നിൻമുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാനൻ സർവവുമായി. ആടിയനിതാ ആടിയനിതാ ദേവാ. ആടിയനിതാ ദേവാ. ആടിയനിതാ ദേവാ. ആടിയനിതാ. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും. നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻമുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാനെൻ സർവവുമായി. ആടിയനിതാ ആടിയനിതാ ദേവാ. ആടിയനിതാ ദേവാ. ആടിയനിതാ ദേവാ. ആടിയനിതാ. നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും. നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻമുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാനെൻ സർവവുമായി. ആടിയനിതാ ആടിയനിതാ ദേവാ. ആടിയനിതാ ദേവാ. ആടിയനിതാ ദേവാ. ആടിയനിതാ. ആമേൻ. നമുക്ക് ദൈവത്തിനെ ആരാധിക്കുന്ന പ്രിയപ്പെട്ട അന്വയത്തിനോടൊപ്പം പൂർണ്ണമായിട്ട് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മൾ ധന്യരായി. പ്രിയപ്പെട്ട അന്വയത്തിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന തുടരാം. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നാം വായിക്കുന്ന സമയമാകുന്നു. എല്ലാവരും വേദോത്സവം ഒരുപോലെ തുറന്നു വെച്ച് പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 8 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ട ജോളി ജോസ് ആണ് വായിക്കുന്നത്. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4 വേഴ്സസ് 8 to 22. പ്രിയപ്പെട്ട ജോളി വായിക്കണം. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രാനായ യേശുക്രിസ്തുവിന്റെ ഇവൻ സൗഖ്യമുള്ളവനായി എല്ലാം അറിഞ്ഞുകൊള്ളുവീൻ. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു.
സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറവാൻ വകയില്ലായിരുന്നു. അവരോട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു, ഈ മനുഷ്യരെ എന്തു ചെയ്യേണ്ടു? പ്രത്യക്ഷമായ ഓരോ അടയാളം അവർ ചെയ്തിരിക്കുന്നുവെന്ന് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ. നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല. എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കരുത് എന്ന് കൽപ്പിച്ചു. അതിനെ പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനനിമിത്തം വഴിയൊന്നും കാണായികൊണ്ട് അവർ പിന്നെയും തർജ്ജനം ചെയ്ത് അവരെ വിട്ടയച്ചു. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ലധികം വയസ്സുള്ളവനായിരുന്നു. ബാരക്കുമോർ. ജോലി കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കൗമ പ്രാർത്ഥനയുടെയും അനുതാപ പ്രാർത്ഥനയുടെയും സമയമാകുന്നല്ലോ. അഭിമന്യ തിരുമേനി ലൈനിലുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിമുതലെന്നും എന്നേക്കും തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നവനും വരുവാനിരിക്കുന്നവനുവാൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളുടെ ആരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബാറക്കുമോർ. മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അരിഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് കരയേറിയവനായി മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മിശിഹാ, നിന്റെ സ്ലീബായുടെ പ്രകാശം എന്റെ മേൽ ശോഭിപ്പിക്കണമേ. എന്റെ ആത്മാവിന്റെ അന്ധകാരത്തെ നീക്കി പ്രകാശിപ്പിക്കണമേ. എന്റെ കർത്താവേ, നീ എന്റെ ദൈവമാകൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും നിന്റെ വലങ്കൈ എന്റെ മേൽ വെപ്പാനായിട്ട് എന്റെ ആത്മാവ് നിന്റെ പുറകെ പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഞാൻ നടക്കേണ്ടുന്നതായ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവേ, നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. കർത്താവായ യേശു മിശിഹാ, എന്റെ വായ് നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും എന്റെ നാവ് നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതായ അവസാനം എനിക്ക് നൽകുകയും ചെയ്യുമാറാകണമേ. ആമീൻ. അച്ഛനെയും കുടുംബത്തെ, അച്ഛന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനോടൊപ്പം നടത്തിയ ഈ കൗമ പ്രാർത്ഥനയും അനുതാപ പ്രാർത്ഥനയും നമ്മുടെ ഇരിക്കുന്ന ഭവനങ്ങള്, നമ്മുടെ ഇടവക പുരോഹിതന്മാര്, സഭ, നമ്മുടെ ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടുവാനും മലാഹമാർ പോലും നിറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെയും ചാരവുമായി നമുക്കും ദൈവത്തെ സ്തുതിക്കാൻ കിട്ടിയ അവസരം നന്ദി പറയുകയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതാണ്.
പ്രിയപ്പെട്ട ജയ വർഗീസ് പാട്ട് പാടുന്നതായിരിക്കും. കേൾക്കാമോ ആന്റി? കേൾക്കാമല്ലോ. ഓക്കെ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കഷ്ടപ്പാട് കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാട് കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? ഈഹത്തിൽ ഒന്നുമില്ലായേ, നേടിയതെല്ലാം മിഥ്യയേ. ഈഹത്തിൽ ഒന്നുമില്ലായേ, നേടിയതെല്ലാം മിഥ്യയേ. പരദേശിയാണുലകിൽ ഇവിടെന്നു മന്യനല്ലോ. പരദേശിയാണുലകിൽ ഇവിടെന്നു മന്യനല്ലോ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? പരനേ വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. ലേശം താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലുമില്ലാതെ. ലേശം താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? ആമേൻ. പ്രിയപ്പെട്ട ജയയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥന തുടരാം. ഇപ്പോൾ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നു. ആ വചനം നമുക്ക് ശുദ്ധീകരണം, നമ്മുടെ പ്രൊട്ടക്ഷൻ, നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് മാത്രമല്ല, ഇന്നിവിടെ വന്നു ചേരാൻ വയ്യാത്ത മക്കൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും അതൊരു അനുഗ്രഹമാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കൂടാതെ ബഹുമാനപ്പെട്ട കൊച്ചുമയുടെ നാവിനോട് കൂടെ ഇരുന്ന് വഴി നടത്തണമേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ, ബഹുമാനപ്പെട്ട സൂസൻ മാത്യു കൊച്ചുമെ സ്വാഗതം ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എന്നെ ഓർമ്മിപ്പിക്കുന്ന പോലെ പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോസ്. അത് എല്ലാ ദിവസവും ഞാനിങ്ങനെ എല്ലാ ആഴ്ചയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു അരോചകമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ തന്നെ ചെയ്യുന്നതാണ് ഭംഗി. അതുകൊണ്ട് ഞാനിങ്ങനെ പറയാൻ വേണ്ടി ദൈവത്തെ ഓർത്ത് നോക്കിയിരിക്കരുത്. ഡോണ്ട് വെയിറ്റ് ഫോർ ദാറ്റ്. എനിക്ക് തന്നെ ഒരു വലിയ പ്രയാസമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആഴ്ചയും ഇത് തന്നെ പറയുന്നത് എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. എങ്കിലും അത് പറയുമ്പോൾ അത് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഓക്കെ, താങ്ക് യു. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു റൈറ്റപ്പിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: Some chapters are not meant to reread. They are meant to left behind. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. എല്ലാ ചാപ്റ്ററും വീണ്ടും വീണ്ടും വായിക്കണമെന്നില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. എനിക്ക് തന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ്. എന്താണ് കാരണം? അത് ജീവിതത്തെ സംബന്ധിച്ചൊന്ന് ചേർത്ത് വായിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം അധ്യായങ്ങൾ കടന്നു പോയിട്ടുണ്ട് അല്ലേ? അതിൽ സന്തോഷമുള്ളതുണ്ട്, സങ്കടമുള്ളതുണ്ട്, വേദനിപ്പിക്കുന്നതുണ്ട്.
നമ്മൾ വീണ്ടും വീണ്ടും ആ വേദനയുടെ ഭാഗം വായിച്ചുകൊണ്ടിരുന്നാൽ ഐ എം ഷുവർ വി വിൽ ഫോർഗെറ്റ് that we are moving forward. We'll be stuck there. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ സ്റ്റക്കായി പോകുന്നത് എവിടെയാണ്? അത് എവിടെയും ആയിക്കോട്ടെ, നമ്മുടെ ചില റിലേഷൻസ് ആയിക്കോട്ടെ, ബന്ധങ്ങളായിക്കോട്ടെ, നമ്മൾ ചില ആളുകളുമായിട്ടുള്ള നമ്മുടെ ഇടപാടുകളിലായിക്കോട്ടെ, are we stuck there? Why can't we move forward? നമുക്ക് എന്തുകൊണ്ടാണ് മുമ്പോട്ട് പോകാൻ പറ്റാതെ നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നത്? നമ്മൾ ആ പേജ് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത്, ഗുഡ് പീപ്പിൾ, ഗുഡ് പേഴ്സൺസ് ആർ ഓൾവേസ് ഇൻ യുവർ ഹാർട്ട് ആൻഡ് ബാഡ് പേഴ്സൺസ് ആർ ഇൻ യുവർ മൈൻഡ്. അതാ വ്യത്യാസം. നമ്മൾ സങ്കടങ്ങളും വേദനകളും പ്രതീക്ഷിക്കാതെ വരുന്ന, ചിലയിടത്ത് നിന്ന് പ്രതീക്ഷിക്കാതെ വരുന്ന ചില വേദനകളുണ്ട്, നമ്മൾ അറിയാതെ വരുന്ന വേദനകളുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അവിടെ നിന്ന് ഈ വേദനകൾ വരുമെന്നും കുത്തുകൊള്ളുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അത് കൊണ്ടു കഴിയുമ്പോൾ നമ്മൾ ഒരുപക്ഷെ വീണു പോകും. പക്ഷെ അവിടെ തന്നെ കിടക്കാനുള്ളതല്ല ജീവിതം. They are to be left behind. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? We keep replaying all our pains, or all conversations, or all wounds. എന്തുകൊണ്ടാ? Hoping that something will change. ചിലതൊക്കെ മാറാൻ സാധ്യതയുണ്ടെന്നൊക്കെ വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അതിൽ തന്നെ ഒന്ന് നിൽക്കാൻ ശ്രമിക്കും. പക്ഷേ നമ്മൾ മുൻപോട്ട് നീങ്ങാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ അങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ? വി കനോട്ട് ഫൈൻഡ് ദ നെക്സ്റ്റ് ചാപ്റ്റർ ഓഫ് അവർ ലൈഫ്. നമ്മൾ അടുത്ത പേജിലേക്ക് പോകുന്നില്ല. നമ്മൾ ആ പേജിൽ തന്നെ നിൽക്കുക, വീണ്ടും വീണ്ടും അത് വായിച്ചുകൊണ്ടിരിക്കുക, ആ പേജ് തന്നെ അങ്ങ് വായിച്ചുകൊണ്ടിരിക്കുക. Will you finish the book? No. ആ സങ്കടത്തിന്റെ, വേദനയുടെ, തിരസ്കാരത്തിന്റെ ആ പേജ് തന്നെ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നാൽ എന്താ പ്രശ്നം? അത് നമ്മളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് കഴിയണം. അത് മാതാപിതാക്കളായാലും കൊള്ളാം, മക്കളായാലും കൊള്ളാം, സഹോദരങ്ങളായാലും കൊള്ളാം, സുഹൃത്തുക്കളായാലും കൊള്ളാം, ആരായാലും. മാറ്റങ്ങൾ വരുന്നെങ്കിൽ വന്നോട്ടെന്നേ, അതതിന്റെ ഭാഗമായിട്ടങ്ങ് വന്നോളും. ഡോണ്ട് ബി സ്റ്റക്ക് ദെയർ. എല്ലാ ബന്ധങ്ങളിലും, എല്ലാ നമ്മുടെ റിലേഷൻഷിപ്പിലും നമ്മൾ അങ്ങനെയാ ചിന്തിക്കേണ്ടത്. നമ്മൾ അതേ പേജ് തന്നെ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരുന്നാൽ, വേദനപ്പെടുത്തിയതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ഭാവിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. നമുക്ക് നാളെ ഒരു നല്ല ചാപ്റ്റർ, അതുകൊണ്ടാണ് പറയുന്നത് സം ചാപ്റ്റേഴ്സ് എൻഡ് ഫോർ എ റീസൺ. ചിലതൊക്കെ കട്ട് ചെയ്യേണ്ടത് അതിനൊരു കാരണം ഉണ്ടാവും. കാരണമില്ലാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. There is some reason that you should cut the chapter and turn the page around to see what's happening, hopefully to the next chapter. അങ്ങനെ നീങ്ങാൻ നമുക്ക് കഴിയണം. എന്തിനാണെന്നറിയാം? It's going to be get better. അത് നന്നാകാൻ പോവുക. അത് നമ്മൾ അവസാനിപ്പിച്ചെങ്കിലേ അടുത്ത നല്ല ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വേദനയുടെ ചുഴിയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങരുത്. അത് നന്നാകും എന്ന് വിചാരിച്ച് അങ്ങനെ കറങ്ങരുത്. ജസ്റ്റ് മൂവ് ഫോർവേഡ്. നന്നാകുന്നെങ്കിൽ നന്നായിക്കോട്ടെ. അതുകൊണ്ട് പല ആളുകൾ പറയാറുണ്ട്, ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ രോഗികളെയൊക്കെ കാണുന്ന സമയത്ത്, ഞാനൊരു ചാപ്ലൈനായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ രോഗികളെ കാണാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രായമായ ഒരു അമ്മയെ കണ്ടു, ഒരു ഇംഗ്ലീഷ് ലേഡി. അവർ പറഞ്ഞു, I have 12 children. അവർക്ക് 90 വയസ്സുണ്ട്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, 12 മക്കളുണ്ട്. No one have ever visited me.
എന്നിട്ട് ലാസ്റ്റിൽ അവർ പറഞ്ഞൊരു കാര്യം, ഐ ഡോണ്ട് കെയർ, ഐ വിൽ മൂവ് ഫോർവേഡ്. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു കാര്യം, ഐ വിൽ മൂവ് ഫോർവേഡ്. 90 വയസ്സുള്ള ഒരു അമ്മച്ചി പറയാ, എനിക്കതൊന്നും വിഷയമല്ല, ഐ വിൽ മൂവ് ഫോർവേഡ്, ഞാൻ മുമ്പോട്ട് നീങ്ങും. ഇത് പറയാനുള്ള ധൈര്യം അവർക്കുണ്ടായത്, ഷീ ടേൺ ദ പേജ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. അല്ലാതെ മക്കളെ ഓർത്ത് വിഷമിച്ചിരുന്ന അവിടെ ഇരുന്ന് സങ്കടപ്പെട്ട് ജീവിതം നശിപ്പിച്ചു കളയാനുള്ളതല്ല എന്ന് അവർ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു. എനിക്ക് മുമ്പോട്ട് നീങ്ങണം, എനിക്ക് മുമ്പോട്ട് പോകണം, ഐ എം സ്ട്രോങ്. സങ്കടങ്ങൾ ഉണ്ടാവും, വേദനകളുണ്ട്. ഇതൊന്നും സങ്കടമില്ലായ്മയുടെയോ വേദന ഇല്ലായ്മയുടെയോ പ്രശ്നമല്ല. സങ്കടപ്പെടേണ്ട എന്നല്ല, സങ്കടം വരത്തില്ല എന്നല്ല ഇതിന്റെ ഒന്നും അർത്ഥം. പക്ഷെ അവിടെ കിടന്ന് നട്ടം തിരിഞ്ഞ് നശിപ്പിക്കാനുള്ളതല്ല എന്ന് ചിന്തിക്കും. മുമ്പോട്ട് നീങ്ങാനുള്ള ധൈര്യം. You have to be spiritually, emotionally stable. Then we can move forward. അതുകൊണ്ട് അതാണ് നമ്മുടെ ശക്തി. അതനുസരിച്ച് മുൻപോട്ട് നീങ്ങാൻ നമുക്കെല്ലാം കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട സൂസൻ മാത്യു കൊച്ചമ്മയാണ്. കൊച്ചമ്മയെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട മാത്യു കോശി അച്ഛൻ്റെ കൊച്ചമ്മയാണ്. അറ്റ്ലാന്റയിൽ നിന്നാണ് നമ്മളോട് സംസാരിക്കുന്നത്. കൊച്ചമ്മ നമ്മളിൽ ഒരാളാണ്, നമ്മുടെ ഭാഗമാണ്. ഔപചാരികതയുടെ പേര് കൊച്ചമ്മയെ വളരെ സ്നേഹപൂർവ്വം സന്തോഷത്തോടെ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, അവസാനമാകുമ്പോൾ കുറച്ചു പേരൊക്കെ പോകുന്നതുകൊണ്ട് ആദ്യമേ ഓർമ്മിപ്പിക്കാം. നമ്മുടെ LAയിലെ കോൺഫറൻസ് ഒക്ടോബർ മാസത്തിലുണ്ട്. രജിസ്ട്രേഷൻസ് ആർ റോൾഡ് ഔട്ട്. നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവും രജിസ്ട്രേഷൻ ഫോംസ്. എത്രയും വേഗം you have to book your tickets and let the registration move on. അത് നേരത്തെ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയെങ്കിലേ കൃത്യമായി അതിൻ്റെ ആളുകളുടെ എണ്ണം, അതിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം നമുക്ക് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് മാത്രമല്ല, കാലിഫോർണിയയിലാണെന്നറിയാം, നമ്മൾ നേരത്തെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എക്സ്പെൻസീവ് വെൻ യു ഗോ ടു ദ ഫൈനൽ ടൈം. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ നേരത്തെ തന്നെ അത് ബുക്ക് ചെയ്യണം. അത് അതിൻ്റെ സംഘാടകർക്ക്, അത് ചെയ്യുന്നവർക്കും അത് വളരെ സഹായകരമാകും. സൈറ്റ് സീയിങ് ഒക്കെ ഉണ്ട്, അതനുസരിച്ച് വേണം ബാക്കിയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതുകൊണ്ട് യു വിൽ ഗെറ്റ് ദ ഫുൾ ഡീറ്റെയിൽസ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ഭംഗിയായി ആ കാര്യത്തിൽ ഒരുമിച്ച് ചേർന്ന് അത് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയെ ദൈവവചന ശുശ്രൂഷയ്ക്കായി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. കേൾക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യമുതൽ എന്നേക്കും തന്നെ ആമേൻ. സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ അവസരം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി. കൂടി വന്നിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ അങ്ങയുടെ ഇഷ്ടപ്രകാരം ആയിരിക്കണമേ. കേൾക്കുന്നവർക്കും സംസാരിക്കുന്നവർക്കും ജ്ഞാനവും കൃപയും നൽകണമേ. ഈ സംഗമം ഞങ്ങളുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും കാരണമാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് കരുണയോട് ഉത്തരമരുളി ചെയ്യണമേ. ആമേൻ. അച്ഛൻ്റെ വാക്കുകൾക്ക് നന്ദി. ഞാൻ നമുക്കറിയാവുന്ന ഒരു സംഭവം, ഒരു കഥ ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു അമ്മ മകനെയും കൊണ്ട് ഒരു സന്യാസിയുടെ അടുത്ത് ചെന്ന് നമുക്കറിയാം ഈ കഥ. അടുത്ത് ചെന്നിട്ട് സന്യാസിയോട് പറഞ്ഞു, ഇവനെ ഒന്ന് ഉപദേശിക്കണം, കാരണം ഇവന് ഷുഗർ, പഞ്ചസാര ഒത്തിരി കഴിക്കുക, അവന് ഭയങ്കര വല്ലാത്തൊരു ഹാബിറ്റായിട്ട് മാറിയേക്കുക. സന്യാസി അവനെ ഒന്ന് നോക്കി, അമ്മയെ ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ട് പറഞ്ഞു, ഓക്കെ, രണ്ടാഴ്ച കഴിഞ്ഞ് തിരിച്ചു വാ, നമുക്ക് വർത്തമാനം പറയാം എന്ന് പറഞ്ഞു. ഓക്കെ, അമ്മ പോയി മോനെയും കൊണ്ട് 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് സന്യാസി മോനോട് പറഞ്ഞു, മോനെ, ഇത് ഷുഗർ കഴിക്കുന്നതിൻ്റെ വിപത്തിനെ കുറിച്ചും ഈ ഹാബിറ്റുകൾ, വേണ്ടാത്ത ഹാബിറ്റുകൾ മാറ്റുന്നതിനെ കുറിച്ചും ഒക്കെ സന്യാസി വിശദമായിട്ട് പറഞ്ഞു. അപ്പൊ അമ്മ അമ്മ പറഞ്ഞു, സന്യാസി, ഞാൻ എത്ര ദൂരെ നിന്നാ വരുന്നത്, ഇത് കാണണേ, ഇത് അങ്ങ് ആദ്യം വന്നപ്പോ തന്നെ ഇതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് പറഞ്ഞു. പക്ഷെ സന്യാസി പറഞ്ഞു, അന്ന് ഞാൻ നിങ്ങൾ ഈ ആവശ്യം കൊണ്ട് വന്നപ്പോൾ എനിക്കും ഈ ദുസ്വഭാവം ഉണ്ടായിരുന്നു.
അപ്പം ഞാൻ ഈ 2 ആഴ്ച കൊണ്ട് എൻ്റെ ആ സ്വഭാവം ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ 2 ആഴ്ച എടുത്താൽ, എന്നാലേ എനിക്ക് അവനോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഈ ഇന്ന് ഇവിടെ നമ്മൾ ഈ ഷെയർ ചെയ്യാനായിട്ട് വന്നപ്പോഴേ എൻ്റെ മനസ്സിൽ അത് തന്നെയാണ്. എല്ലാ ആഴ്ചയും നമ്മൾ മെസ്സേജ് കിട്ടും, ഫ്രൈഡേസിൽ ഇങ്ങനെ മീറ്റിങ്ങുകളുണ്ട്, പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന എല്ലാം ഉണ്ടെന്ന് കിട്ടും. പക്ഷെ എനിക്ക് വളരെ കുറവായിട്ട് മാത്രമേ ഇതിനകത്ത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അങ്ങനെ അനേകരുണ്ട് ഇതിന് സാധിക്കാൻ പറ്റാതെ വരുന്നത്. ഒത്തിരി മിസ് ചെയ്യുന്നു. കാരണം പല റീസൺസ് ഉണ്ട്. മനഃപൂർവ്വം വരാതിരിക്കുന്നവരും ഉണ്ടാകാം. പക്ഷേ നമ്മളുടെ ജോലിയുടെ സ്കെഡ്യൂളിന്റെ വ്യത്യാസവും ഒക്കെ ആയിട്ട് പല റീസണായിട്ട് നമ്മൾ ഇതിൽ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നുണ്ട്. എന്നാല് ഇച്ചിരൂടെ കൂടുതൽ ഇങ്ങനെയുള്ള യോഗങ്ങളിൽ അറ്റൻഡ് ചെയ്യണം. ഇത് ഇല്ലാത്തതിലൊരു പെയിൻ എൻ്റെ മനസ്സിലുണ്ട്. എല്ലാവരെയും പ്രത്യേകം ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവിൽ നമ്മൾ സമർപ്പിക്കുകയാണ് നമ്മുടെ മനസ്സിനെ. അദ്ദേഹമാണല്ലോ എല്ലാത്തിനും നീതീകരണം നടത്തുന്നത്. ഓക്കെ, ഈ ചിന്താഗതിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ബൈബിൾ പോർഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആർക്കെങ്കിലും വേദപുസ്തകം ഉണ്ടെങ്കിൽ ഞാൻ മലയാളം വായിക്കുവാണെങ്കിൽ ഇംഗ്ലീഷ് ഉടനെ വായിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 24-25 വാക്യങ്ങളാണ്. And let us consider one another in order to stir up love and good works, not forsaking the assembling of ourselves together, as is the manner of some, but exhorting one another, and so much the more as you see the day approaching. അത് ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ, and let us consider how we may spur one another on towards love and good deeds. Let us not give up meeting together, as some are in the habit of doing, but let us encourage one another, and all the more as you see the day approaching. Okay, so നമ്മൾ ഈ വാചകത്തെ, ഈ ബൈബിൾ പോർഷനെ, ഇതിനെ നമ്മൾ ഈ വചനത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത് നമ്മൾ നോക്കുമ്പോൾ ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. എന്താണ് സഭ? ബൈബിളില് വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം ഒത്തിരി ധാരാളമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു വാക്കാണ് സഭ. സഭ എന്താണ്? ചർച്ച് ഈസ് ദ പെർഫെക്റ്റ് ഇമേജ് ഓഫ് അവർ യൂണിറ്റി. നമ്മുടെ ഐക്യത്തിന്റെ പൂർണ്ണ പ്രതിരൂപമാണ് സഭ. നമ്മളിതെല്ലാം എപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്, പഠിക്കുന്ന കാര്യം തന്നെയാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാണ്. പൗലോസ്ലീഹ പറയുന്നു, ചിലർ പറയുന്നത് പോലെ എന്താണ്? ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. ഞാൻ ഓർക്കുകയാണ്, പൗലോസ്ലീഹ അന്ന് പറയുന്നത് ഇന്നും ആപ്ലിക്കബിൾ ആണ്. കാരണം ഇന്നും ഇത് തന്നെയാണ്. ചിലർ പറയുന്നു, എന്തിനാണ് നമുക്ക് സഭയുടെ ആവശ്യമുണ്ടോ? ഇങ്ങനെ വളരെ ചർച്ചാ വിഷയമാണ് ഇന്നത്തെ കാര്യത്തില് ഇതിനെക്കുറിച്ച്. എന്താണ് പൗലോസ്ലീഹ പറയുന്നത്? നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. എന്തുകൊണ്ട്? ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാം സഭയിൽ സജീവമായി നിൽക്കുക എന്നുള്ളതാണ്. ഒത്തിരി മനോഹരമായ ഉപമാനങ്ങൾ, അനലോജീസ് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ പറ്റും സഭയെക്കുറിച്ച്. ചർച്ച് ഈസ് ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ചർച്ച് ഈസ് ദ ടെമ്പിൾ ഓഫ് ക്രൈസ്റ്റ്. ഇങ്ങനെ ധാരാളം ഉപമാനങ്ങൾ സഭയെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ പറ്റും. പൗലോസ്ലീഹ 1 തിമോത്തിയോസ് 3-ാം അധ്യായം 14-15 വാക്യത്തിൽ പറയുന്നു, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്നാശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു. തിമോത്തിയോസിന് എഴുതുന്ന ലേഖനത്തിലാണുള്ളത്. അത് ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ, although I hope to come to you soon,
I am writing you these instructions so that if I am delayed, you will know how people ought to conduct themselves in God's household, which is the church of the living God, the pillar and foundation of the truth. Beyond all question, the mystery of guidance is great. Guidelines is great. അതാണ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. സോ കർത്താവ് പറയുന്ന സഭയെക്കുറിച്ച് പറയുന്നത് എന്താണ്? കൈസറിയിലെ ഫിലിപ്പിയിൽ വെച്ച് പത്രോസിനോട് കർത്താവ് പറയുന്നു, ഈ പാറയിൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ പാറ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, ദ ഫെയ്ത്ത് ഈ കൺഫേസ്റ്റ്, അതാണ് സഭ. അപ്പൊ കർത്താവ് വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നു. അതുപോലെ തന്നെ സെയിന്റ് മാത്യു ചാപ്റ്റർ 18 വേഴ്സ് 17, ഞാൻ വളരെ കുറച്ച് ബൈബിൾ വേർഡ്സ് നമ്മൾ റെഫർ ചെയ്യുന്നുള്ളൂ, നമുക്ക് സമയമില്ലാത്തത് കൊണ്ട്. അത് പറയുന്നു, അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കാം, സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടപ്പെട്ടതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്ന് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് കർത്താവ് സഭയെക്കുറിച്ച് വളരെ ഒത്തിരി ഭാഗത്ത് ബൈബിളിൽ റെഫർ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയത് വരുന്നത് ചുരുക്കത്തില് നമ്മൾ ആ ഭാഗം ഞാൻ നിർത്തുകയാണ്. സഭയോടുള്ള സംബന്ധത്തിലാണ് കണക്ഷൻ ടു ദ ചർച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ നിലനിൽപ്പും വളർച്ചയും. നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്, സഭായോഗങ്ങളിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മളുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി സഭയിൽ ആത്മാർത്ഥതയോടെ സജീവമായിട്ട് നമ്മൾ പങ്കെടുക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് സ്വയം ചിന്തിക്കാം, സ്വയം പരിശോധിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, നീ സ്ഥാപിച്ച സഭയിൽ ഉറച്ചു വിശ്വസിച്ച് ഞാൻ ജീവിക്കുന്നു, അതോ എൻ്റെ സഭാജീവിതം ഒരു എന്റർടൈൻമെന്റിനോ ഒരു ഗാദറിങ്ങിനോ വേണ്ടി മാത്രമാണോ? ക്രിസ്തീയ കൂട്ടായ്മയുടെ അർത്ഥവും ആത്മാവും ഇല്ലാതെ സ്വയം പ്രകടനത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി സഭയെ ദുരുപയോഗം ചെയ്യുകയാണോ ഞാൻ? എങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ പ്രവർത്തിപ്പിക്കണമേ. രണ്ടാമതായിട്ട് ഈ ബൈബിളിന്റെ പോർഷൻ നോക്കുമ്പോൾ കിട്ടുന്നത് ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. സഭ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. അതാണ് രണ്ടാമത്തെ ഭാഗം ആയിട്ട് ഞാൻ ആ വേദഭാഗത്തിൽ എടുത്തിരിക്കുന്നത്. ഇത് കൂടുതൽ പ്രായോഗിക തലത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ഈ ഭാഗം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രബോധനം വർദ്ധിപ്പിച്ചുകൊണ്ട് അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് തെയോസിസ് ആണ്, ഡെയിഫിക്കേഷൻ. തെയോസിസിലേക്ക് നമ്മൾ വരുന്നത് ഒരു ഇൻഡിവിജ്വലായിട്ടാണ്. പക്ഷേ ഇത് ഒരു ദൈവിക മാനുഷിക സമൂഹത്തിന്റെ ഒരു ഭാഗമായിട്ടേ നമുക്ക് ആ തെയോസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. സ്വയം പ്രകാശിക്കുക, ദൈവത്തിലേക്ക് ആവുക, ഇതാണ്. അത് ഒരു സമൂഹത്തിന്റെ, ഒരു ദൈവിക സമൂഹത്തിൽ കൂടി മാത്രമായിട്ടേ നമുക്കതിന് സാധിക്കത്തുള്ളൂ. ഈ ഭാഗം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫ്, ക്രിസ്തീയ ജീവിത ചര്യയിൽ നമുക്ക് 2 ഉത്തരവാദിത്തങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, തമ്മിൽ പ്രബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ടു എൻലൈറ്റൻ വൺ അനദർ. 2, സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം. നമ്മൾ റെസ്പോൺസിബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് മോട്ടിവേറ്റ് അതേഴ്സ് ടു ലവ് ആൻഡ് ഡു ഗുഡ് ഡീഡ്സ്.
ആദ്യത്തെ ഭാഗം എടുക്കാം. ഇതിൽ പ്രധാനമെന്ന് പറയുന്നത് പ്രബോധനമാണ്. പ്രബോധനം എന്താണ്? പ്രബോധനം ഇംഗ്ലീഷ് പ്രബോധനം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് ഡിസിപ്ലിൻ എന്നാണ്. പ്രോവർബ് 15:32. Those who disregard discipline despise themselves, but those one who heeds correction gain understanding. പ്രബോധനം ത്യജിക്കുന്നവൻ തന്റെ പ്രാണനെ നിരസിക്കുന്നു, ശാസന കേട്ടനുസരിക്കുന്നവനോ വിവേകം സമ്പാദിക്കുന്നു. ഇതാണ് ആ ഭാഗത്തില് പ്രബോധനത്തിനെ കുറിച്ച്, ഡിസിപ്ലിനെ കുറിച്ച് ധാരാളം പ്രോവർബ്സിൽ പറയുന്നുണ്ട്. ബൈബിൾ അങ്ങോളം പറയുന്നുണ്ട് ഡിസിപ്ലിൻ. എന്താണ് ഡിസിപ്ലിൻ? ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ ഗാർഡൻ ഓഫ് ഏദൻ. നമുക്കറിയാം അവിടെ ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. എന്താണ് ഡിസിപ്ലിൻ? കൽപ്പനകൾ, പ്രവാചകന്മാരുടെ വാക്കുകൾ, ഇൻസ്ട്രക്ഷൻ എല്ലാം ഡിസിപ്ലിന്റെ ഭാഗമാണ്. ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഡിസിപ്ലിൻ ഓർ കറക്ഷൻ is not merely a punishment or strict control. It is a loving correction and spiritual training. നമുക്കറിയാം, given by God to heal, shape and nurture the believers. It is deeply connected with growth, holiness, obedience and transformation. അതാണ് ഡിസിപ്ലിൻ. അല്ലാതെ ഒരു പണിഷ്മെന്റോ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രോളിങ്ങോ അല്ല ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ബട്ട് എന്താണെന്ന് ഇതിനകത്ത് പറയുന്നു, ഇറ്റ് ഈസ് എ ലവിങ് കറക്ഷൻ ആൻഡ് സ്പിരിച്വൽ ട്രെയിനിങ് ഗിവൺ ബൈ ഗോഡ്. എന്തിനു വേണ്ടിയാണ്? ടു ഹീൽ, ഷേപ്പ് ആൻഡ് നർച്ചർ ദ ബിലീവേഴ്സ്. ഇറ്റ് ഈസ് ഡീപ്ലി കണക്റ്റഡ് വിത്ത് ഗ്രോത്ത്, holiness, obedience and transformation. സോ വ്യക്തിപരമായി പ്രബോധനം ഗ്രഹിക്കുന്നതിനോടൊപ്പം പൗലോസ്ലീഹ പറയുന്നു, നാം അന്യോന്യം പ്രബോധിപ്പിക്കേണ്ടതും ആവശ്യമാണ്. പ്രബോധനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഡിസിപ്ലിനെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഡിസിപ്ലിൻ്റെ ആവശ്യം, ഡിസിപ്ലിൻ നമ്മളുടെ ജീവിതത്തിന്റെ പല തലങ്ങളിലും ഡിസിപ്ലിൻ കൂടുതലായിട്ട് വേണം. നമ്മൾ ഒത്തിരി അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നതാണ്. നമുക്കറിയാം, എനിക്ക് എപ്പോഴും എന്നെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, എന്നെ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഓർക്കുന്ന ഒരു ചെറിയ ഒരു താരതമ്യമാണ് ഇത്. എന്താണ്? ഒരു ഫീൽഡ് വിത്ത് ഫെൻസ് ആൻഡ് നോ ഫെൻസ്. നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. കുട്ടികൾ ഒരു ഫെൻസ് ഇല്ലാത്ത ഒരു ഫുട്ബോൾ ഫീൽഡിൽ നിന്ന് കളിക്കുമ്പോൾ അവർക്ക് ഒത്തിരി ആങ്സൈറ്റിയാണ്. ബോൾ പുറത്തോട്ട് പോകുന്നു, ആ റോഡിൽ കൂടെ ഒത്തിരി വാഹനങ്ങൾ പോകുന്നു, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ. അവർക്ക് ഫ്രീഡം ഇല്ല, അവര് സ്ട്രെസ്സാണ്, അവർ ആങ്സൈറ്റിയാണ്. എങ്ങനെയാണ് ഇത്, ബോൾ പോയാൽ എന്തോ ചെയ്യും, നമ്മൾക്ക് അവരുടെ സേഫ്റ്റിയെ കുറിച്ച് വളരെ വളരെ ആങ്സൈറ്റിയാണ്. പക്ഷെ അവരൊരു ഫെൻസ്ഡ് ആയിട്ടുള്ള ഫീൽഡിൽ നിന്ന് കളിക്കുമ്പോൾ അവർക്ക് യാതൊന്നിനെ കുറിച്ചും ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. അവരൊരു ബൗണ്ടറിയാണ്. അപ്പം അതുകൊണ്ട് ഇതാണ്. സോ അവര് അന്ന് ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറെ ഞങ്ങൾക്ക് ഈ വേലിയുള്ള ഈ ഫീൽഡിൽ നിന്ന് കളിക്കാനാണ് ഇഷ്ടം, എന്താണ്? ടീച്ചർ അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത കുഞ്ഞുങ്ങളോട് പറയാണ്. അപ്പൊ ഈ വേലി ഓർ ബാരിയർ ഓർ ഫെൻസ് നമ്മുടെ സ്വാതന്ത്ര്യം കുറയ്ക്കുമല്ലേ എന്നാണ്, ഈ ഡിസിപ്ലിൻ കുറയ്ക്കുമല്ലേ എന്നാണ് കുട്ടികൾ ചോദിക്കുന്നത്. പക്ഷെ ആ ടീച്ചർ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വേലി നിങ്ങളെ തടയാനല്ല, സുരക്ഷിതമായ ഒരു പരിധി നൽകാനാണ് ഉള്ളത്. ആ പരിധിക്കുള്ളിലാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ട് ഡിസിപ്ലിൻ എത്രമാത്രം നമുക്ക് ആവശ്യമാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഞാൻ ഓർക്കും എപ്പോഴും, ഇന്നത്തെ ഒരു കാലം എന്ന് പറയുന്നാൽ വിമൻ ആക്ടിവിസ്റ്റിന്റെ കാലമാണ്. വിമൻ എംപവർമെന്റ് എപ്പോഴും കുറേ നമുക്ക് കേൾക്കാൻ പറ്റും എല്ലാം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റുന്നില്ല, ഒരാൾ ഇങ്ങനെ ഷെയർ ചെയ്തതാണ്. അപ്പൊ അവർക്കൊരു ദിവസം തോന്നി, എടാ ഞാൻ ഈ വീട്ടിൽ ഇരുന്ന് ഈ ജോലിയെല്ലാം ചെയ്ത് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്യുന്നത്, എന്തുകൊണ്ട് എനിക്കൊരു ഫ്രീഡം ആയാലെന്താ, എന്തുകൊണ്ട് എല്ലാവർക്കും കൂടെ ഞാനിങ്ങനെ അമ്മയായിട്ടും വൈഫായിട്ടും എല്ലാം ഇങ്ങനെ സ്വയം എല്ലാ ജോലികളും എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്നതിന്റെ കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് അവരൊരു പ്രാവശ്യം എന്താ വെച്ചാൽ അവര് അങ്ങ് കംപ്ലീറ്റ്ലി
അങ്ങ് മാറി റെസ്പോൺസിബിലിറ്റി. അവള് ഫുഡ് ഉണ്ടാക്കാനായിട്ടോ വീട്ടിലെ ഒരു കാര്യമോ അമ്മയുടെ റെസ്പോൺസിബിലിറ്റിയോ വൈഫിന്റെ റെസ്പോൺസിബിലിറ്റിയോ ഒന്നുമില്ലാതെ അങ്ങനെ മാറി നിന്നു. അതിന്റെ ഫലമായിട്ട് ആ വീട്ടിലെ സമാധാനം ഇല്ലാതായി. ഹസ്ബൻഡിനും മക്കൾക്കും എല്ലാം സമാധാനം ഇല്ലാതായി. ഇപ്പൊ ഇവര് മാറിപ്പോയിരിക്കും. ഇവര് വിമൻ എംപവർമെന്റിലാണ് ഇരിക്കുന്നത്. അപ്പം ഇവര് ഒരു ദിവസം അവർക്കൊരു വലിയൊരു തിരിച്ചറിവ് ഉണ്ടായി. അപ്പുറത്തെ ഒരിടത്ത് അവരുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ എന്ത് സന്തോഷമായിട്ടാണ് അവര് ആ അമ്മയും മക്കളും ഹസ്ബൻഡും ആ ഫാമിലി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും സന്തോഷിക്കുകയും എല്ലാം ചെയ്യുമ്പം എന്താണ് ഇവർക്ക് റിയലൈസ് ചെയ്തു, എന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഞാൻ മാറിയിട്ടാണ്. എനിക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്, പക്ഷേ എനിക്ക് എൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ബാരിയേഴ്സ് എനിക്ക്, എൻ്റെ ഡിസിപ്ലിൻ ഉണ്ട്, എനിക്കൊരു ഡിസിപ്ലിൻ ഉണ്ട്. അവർക്ക് തിരിച്ചറിഞ്ഞു യഥാർത്ഥ സ്വാതന്ത്ര്യം എല്ലാ പരിധികളും ഇല്ലാതാക്കുമ്പോഴല്ല ലഭിക്കുന്നത്. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് നമ്മൾ മാറുമ്പോഴല്ല നമ്മളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ശരിയായ പരിധികളും ഡിസിപ്ലിനും ഉണ്ടായിരിക്കുമ്പോഴാണ് കൂടുതൽ സ്വാതന്ത്ര്യവും വളർച്ചയും നമ്മൾ നേടുന്നതെന്നാണ്. ഇതാണ് പ്രബോധനം. പ്രബോധനം നമ്മൾ കേൾക്കണം, പ്രബോധനം കേൾക്കണം. സ്പിരിച്വൽ ഡിറക്ഷൻ നമുക്ക് ആവശ്യമാണ്. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽ ചാപ്റ്റർ 8 26-29 നമുക്കറിയാവുന്ന ഒരു വാചകമാണ്. ഒരു എത്യോപ്യൻ ഒഫീഷ്യലിന്റെ അടുത്ത് ഫിലിപ്പോസിനോട് പറയുന്നത്, ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെന്നപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഫിലിപ്പോസ് തേരിനകത്ത് കയറിയിരുന്ന് അദ്ദേഹത്തോട് ആ പുസ്തകത്തിലെ പൊരുൾ തിരിച്ചു കൊടുത്തു. അദ്ദേഹം ബാപ്റ്റൈസ് ചെയ്തു ആ മനുഷ്യനെ. അപ്പം അത്രമാത്രം നമ്മൾക്ക് പ്രബോധനം നമ്മൾ കേൾക്കണം. അതിനുള്ള ഒരു വാഞ്ച നമുക്ക് വേണം. എപ്പോഴും സഭായോഗങ്ങളിൽ പങ്കെടുക്കണം, പ്രബോധനം കേൾക്കണം എന്നാണ് പൗലോസ്ലീഹ തന്റെ ഈ പുസ്തകത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് സ്വയം പരിശോധിക്കാം. കർത്താവെ, സ്വയം പ്രബോധനം ഗ്രഹിപ്പാനും മറ്റുള്ളവരെ പ്രബോധിപ്പിക്കാനും എന്നെ മനസ്സൊരുക്കമുള്ളവളാക്കണമേ. അഹങ്കാരം വെടിഞ്ഞ് താഴ്മയുള്ള ഹൃദയത്തിലേക്ക് പ്രബോധനം കടക്കുകയുള്ളൂ എന്ന് ഞാൻ അറിയുന്നു. ഞാനെന്ന ഭാവം നീക്കി താഴ്മയും വിനയവുമുള്ള ഹൃദയം തന്നെന്നെ അങ്ങയുടെ ജ്ഞാനത്തിൽ വളർത്തണമേ. മൂന്നാമതായിട്ട് ഈ ബൈബിൾ വാചകത്തില്, അതായത് ഹീബ്രു ചാപ്റ്റർ 10 24-25 അടുത്ത ശ്രദ്ധേയമായ ചിന്ത സൂക്ഷ്മതയോടെ തന്നെ നിർവഹിക്കേണ്ട മറ്റൊരു കാര്യമാണ്. എന്താണ്? സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം പ്രതിജ്ഞാബദ്ധരാകുക. Let us be committed to encouraging one another in love and good deeds. അതാണ്. ഞാനൊരു ചെറിയൊരു കഥ ഓർക്കുകയാണ്. ഒരു ആശ്രമത്തിൽ 2 സന്യാസിമാര് താമസിച്ചിരുന്നു. അപ്പം ആശ്രമത്തിന്റെ മുറ്റത്തൊരു മരമുണ്ട്. ആ മരം അങ്ങനെ അപ്പൊ ഒരു സന്യാസി വന്ന് മറ്റേ സന്യാസിയോട്, പ്രായമുള്ള സന്യാസിയോട് പറഞ്ഞു, ഈ മരം ഫലം കായ്ക്കുന്നില്ല, ഒത്തിരി നാൾ കൊണ്ടിങ്ങനെ ഇത് പൂക്കുന്നുമില്ല, ഫലം കായ്ക്കുന്നുമില്ല, ഇത് വെറുതെ നിൽക്കുകയാണ്, നമുക്കിതങ്ങ് വെട്ടിക്കളയാം എന്ന് പറഞ്ഞു. ആ പ്രായമുള്ള സന്യാസി പറഞ്ഞു, നമുക്ക് ഒരു വർഷം കൂടെ കാക്ക്, നമുക്കൊന്ന് നോക്കാം ഇതെന്ത് വരുമെന്ന്. അപ്പൊ ഈ പ്രായമായ സന്യാസി ഈ വറ്റിപ്പോയ മരത്തോട് ദിവസവും ചെന്ന്, അത് കഴിഞ്ഞ ശേഷം ദിവസവും ചെന്ന് അതിന് വെള്ളമൊഴിക്കാനും വളമിടാനും അതിനോട് സംസാരിക്കാനും തുടങ്ങി. അതിനെ കൂടുതൽ കെയർ ചെയ്യാൻ തുടങ്ങി. അത് ഗ്രാജുവലി നമുക്ക് അതിന് ആ മരം തളിർക്കാനും പൂക്കാനും ഫലങ്ങൾ കായ്ക്കാനും തുടങ്ങി. അപ്പൊ 1 വർഷമായി ഈ മറ്റേ സന്യാസി ഇത് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സന്യാസി പറഞ്ഞു, നീ ഈ മരം ജീവിപ്പിച്ചല്ലോ, ഈ മരത്തിൽ ഇപ്പം പൂക്കളുണ്ടാകുന്നു, കായ്കളുണ്ടായി, നിനക്കിത് വല്ലാത്ത ഇങ്ങനെ സാധിച്ചല്ലോ. അപ്പൊ സന്യാസി മറുപടി പറഞ്ഞു, അല്ല, ഞാൻ അതിനെ വേണ്ടത് കൊടുത്തു. എന്താണ്? സ്നേഹവും പരിചരണവും. ജീവൻ നൽകിയത് ദൈവമാണ്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്,
സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം ബദ്ധരാകുക. അതാണ് ഒരു കഠിന ഹൃദയത്തെ മാറ്റാന് ഒരു ശക്തിക്ക് കഴിയാത്തടത്ത് സ്നേഹത്തിനും സൽപ്രവർത്തിക്കും സാധിക്കും. നമുക്കറിയാം, സൽപ്രവർത്തികൾ മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്തും, സ്നേഹം മനുഷ്യരുടെ ഹൃദയം മാറ്റും. അതാണ് സൽപ്രവൃത്തിയും സ്നേഹവും ഒരുപോലെയാണ്, ഒരു കോയിന്റെ രണ്ട് സൈഡാണ്. സൽപ്രവർത്തികൾ മനുഷ്യരുടെ ജീവൻ മെച്ചപ്പെടുത്തുമ്പോൾ സ്നേഹം മനുഷ്യരുടെ ഹൃദയം മാറ്റുന്നു. അപ്പം നമുക്കറിയാം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ മറ്റുള്ളവരെ സൽപ്രവർത്തി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ദുഃഖം കാണാൻ കഴിയണം, അവരെ ആശ്വസിപ്പിക്കാൻ കഴിയണം, അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഉണ്ടാകണം, മറ്റുള്ളവരോട് ക്ഷമിക്കണം, മറ്റുള്ളവരോട് കരുണ കാണിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ സൽപ്രവർത്തികളായിട്ട് നമുക്ക് സ്നേഹമുള്ളിടത്തേ നമുക്ക് സൽപ്രവർത്തികൾക്ക് സാധ്യത. സ്നേഹമില്ലാത്ത ഒരു സൽപ്രവർത്തി നമുക്ക് പ്രയോജനം ചെയ്യത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്, നമ്മുടെ സ്നേഹം വരേണ്ടതാണ്, സൽപ്രവൃത്തിയും ഒരുപോലെ വരേണ്ടതാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം, നാം ആകേണ്ടത് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്കാണ്. കാരണം ആദ്യം നമ്മൾ മാറണം. നമ്മളുടെ ഹൃദയം സ്നേഹത്താൽ കവിഞ്ഞൊഴുകണം. എന്നാൽ മാത്രമേ നമുക്ക് സുവിശേഷകന്മാരാകാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് ഈ കൊച്ചു ആ ഭാഗത്തിലൂടെ ഞാൻ നോക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സംക്രമിക്കുന്ന ദൈവസ്നേഹത്തിലൂടെയും സൽപ്രവൃത്തിയിലൂടെയും നമുക്കറിയാം, ഒരു വിളക്കിന്റെ പ്രകാശം എന്ന് പറയുന്നത് ആ പ്രകാശം മറ്റുള്ളവർക്ക് എങ്ങനെ ഉപയോഗപ്രദമാകുന്നു, മറ്റുള്ളവരിലേക്ക് എങ്ങനെ കിട്ടുന്നു എന്ന് ഉള്ളത് കൊണ്ടാണ് ഒരു വിളക്കിന്റെ പ്രകാശം എത്രമാത്രം വലുതാണ് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. ദൈവമായ കർത്താവേ, ഞങ്ങൾ സ്വയം ശോധന ചെയ്യുന്നു. സഭായോഗങ്ങൾ പങ്കെടുത്തിട്ടും അങ്ങയുടെ വചനങ്ങളും പ്രബോധനങ്ങളും കേട്ടിട്ടും എൻ്റെ ഹൃദയം യഥാർത്ഥത്തിൽ അങ്ങയുടെ സ്നേഹത്താൽ നിറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ശോധന ചെയ്യുന്നു, എന്ന് ഞാൻ പരിശോധിക്കുന്നു. കർത്താവേ, എങ്കിൽ സ്വാർത്ഥതയെ മറികടന്ന് സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ, ആശ്വസിപ്പാൻ, നന്മ ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ. നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത്, നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. അതൊന്നുകൂടെ വായിക്കാം. ഹീബ്രു. And all the more as you see the day approaching. ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെയും ദൈവത്തിന്റെ അന്തിമ ന്യായവിധിയെയും സൂചിപ്പിച്ച് വിശുദ്ധ പൗലോസ് വിശ്വാസികളെ ആത്മീയ ജാഗ്രതയോടെ ഇരിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് ഈ ഭാഗത്തിലൂടെ. ക്രിസ്തുവിന്റെ അന്തിമ വിധി, ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിലേക്ക് ആഹ്വാനം ചെയ്യുന്ന ലോകം കൂടുതൽ സങ്കീർണമാകുമ്പോൾ നാം ഒറ്റപ്പെട്ട് ജീവിക്കാതെ സഭായോഗങ്ങളിൽ സജീവരാകണം. ദൈവവചനം ശ്രദ്ധിക്കണം, സ്വയം പ്രകാശിക്കണം, സഹവിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യണം, സ്നേഹവും സൽപ്രവൃത്തിയും വർദ്ധിപ്പിക്കണം. ഇങ്ങനെ 4 എബ്രായ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 24-25 വാചകങ്ങളിൽ ഞാൻ കണ്ട ഈ 4 പ്രധാന പോയിന്റ്സ് ആണ് ഇന്നിവിടെ ഷെയർ ചെയ്യാൻ എനിക്ക് സാധിച്ചത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വിശുദ്ധ വചനങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും പരസ്പരം ഉത്സാഹിപ്പിക്കുവാനും സഭായോഗങ്ങളിലെ കൂടിവരവ് ഉപേക്ഷിക്കാതിരിക്കാനും ആ ദിവസം സമീപിച്ചിരിക്കുന്നു എന്ന് കാണുന്തോറും അത്ര അധികമായി അങ്ങനെ ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ. പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന ഹൃദയവും സ്നേഹത്തോടെ സേവിക്കുന്ന മനസ്സും അങ്ങയ്ക്കായി വിശ്വസ്തരായി നിലനിൽക്കുന്ന ജീവിതവും ഞങ്ങൾക്ക് തരണേ. അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതക്കായി പ്രത്യാശയോടും ജാഗ്രതയോടും കൂടെ ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് കരുണയോട് തിരുമലിച്ചണമേ. ആമേൻ. പ്രിയപ്പെട്ട പച്ചമ്മയുടെ വാക്കുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രബോധനം പരസ്പരം ഏർപ്പെടേണ്ട ഒരു വലിയ കടമയാണ്.
കർത്തവ്യമാണ് ആ പരസ്പരമുള്ള പ്രബോധനത്തിന്റെ ശുശ്രൂഷ. അതൊരു ശുശ്രൂഷ എന്ന് പറയും, പ്രബോധന ശുശ്രൂഷ എന്നാണ് പറയുന്നത്. അത് നമ്മളെ എത്രമാത്രം ബലപ്പെടുത്തുന്നു എന്ന് നമ്മൾ അറിയുന്നത് ഈ പരസ്പരമുള്ള ബന്ധങ്ങളിലൂടെയാണ്. നമ്മുടെ പരസ്പരമുള്ള ബന്ധങ്ങളിലൂടെ ആ പ്രബോധനത്തിന്റെ അർത്ഥം പൂർത്തീകരിക്കുവാൻ നമുക്ക് ഇടയാവും. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലെല്ലാം ഈ പ്രബോധനത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു. എബ്രായ ലേഖനകർത്താവിനെ കുറിച്ച് ചില തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എബ്രായ ലേഖനകർത്താവ് ആരായിരുന്നാലും അതിലെഴുതിയിരിക്കുന്ന ശ്രേഷ്ഠമായ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിന്റെ വഴിത്താരയിൽ എത്രമാത്രം പ്രബോധനത്തെ ശ്രേഷ്ഠമായി കാണുന്നു എന്നുള്ളതും ബന്ധങ്ങളെ എങ്ങനെ പ്രബോധനങ്ങൾ ബാധിക്കുന്നു എന്നുള്ളതും അത് ശ്രേഷ്ഠമായി അതിനെ കൊണ്ടുപോകാൻ നമുക്ക് തരുന്ന ഒരു കഴിവാണ്. ആ ശുശ്രൂഷയുടെ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം സഭായോഗങ്ങളിൽ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് വീടുകൾ പോലും ഈസ് എ സ്മോൾ യൂണിറ്റ് ഓഫ് ചർച്ച്. നമ്മുടെ വീടുകൾ പോലും പള്ളിയാണ്. പള്ളി അന്വേഷിച്ച് നമ്മളൊക്കെ ഓടി നടക്കുമ്പോഴും ഓരോ വീടുകൾ പോലും പള്ളിയാണ്, ഓരോ മനുഷ്യനും പള്ളിയാണ്. അപ്പോൾ അവിടെ എല്ലാം ഈ സഭായോഗങ്ങളുടെ പ്രത്യേകതയുണ്ട്. ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് ആഹാരം കഴിക്കുക, ഒരുമിച്ച് പ്രബോധിപ്പിക്കുക, ഇതൊക്കെ എല്ലാ ഇടങ്ങളിലും സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ പള്ളി മാത്രം ലക്ഷ്യമാക്കി നമ്മൾ പോകുന്നവരല്ല. അതുകൊണ്ട് നമ്മളിൽ നിന്ന് ആരംഭിക്കുന്ന പ്രവഹിക്കുന്ന ഈ ശക്തി എല്ലാ ഇടങ്ങളിലേക്കും പകരുവാൻ നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ നമുക്ക് സാധിക്കണം. അതായിരുന്നു ഇന്നത്തെ നമ്മുടെ വചനത്തിന്റെ അന്തസത്ത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും കടപ്പാടും ഭദ്രാസനത്തിന്റെ MMVSന്റെ പേരിൽ പ്രത്യേകമായി അറിയിക്കുന്നു. ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെയും കൊച്ചമ്മയും കുഞ്ഞുങ്ങളെയും എല്ലാം ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സൂസൻ മാത്യു കൊച്ചമ്മയെ കൂടി നമ്മളെ കേൾപ്പിച്ച വചനങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം പറയുകയും കൊച്ചമ്മയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നതോടൊപ്പം കൊച്ചമ്മയെ അച്ഛനെയും കുഞ്ഞുങ്ങളെയും പ്രാർത്ഥനയെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഒപ്പം കൂട്ടായ്മകളിൽ കൂടുതലായി പങ്കുകൊള്ളുവാനും അതിനകത്ത് പങ്കുകൊണ്ടാലും അത് വെറും യാന്ത്രികമായി പോകാതെ ആത്മാർത്ഥമായി പങ്കുകൊള്ളുവാനും പ്രബോധിപ്പിക്കാനും സ്നേഹത്തോടെ വർത്തിക്കുവാനും നാൾ സമീപിച്ചിരിക്കുക. നമ്മുടെ ലക്ഷ്യം എപ്പോഴും നിത്യജീവൻ ആകയാൽ അത് നാൾ സമീപിച്ചിരിക്കുന്നത് കൊണ്ട് കൂടുതൽ ചെയ്യാനായിട്ട് ഉത്സാഹമുള്ളവരാകുവാനും ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കുറവുകൾ നമ്മൾ എപ്പോഴും ഏറ്റുപറഞ്ഞുകൊണ്ട് കൂടുതൽ സ്നേഹത്തിലും കൂടുതൽ ഉത്സാഹത്തിലും മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നതിലും ആയിത്തീരുവാൻ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. പരിശുദ്ധ ബാവ തിരുമേനിയെ സമർപ്പിക്കുന്നു. സഭയെ നയിച്ചുകൊണ്ട് പോകുവാൻ തിരുമേനിയെ സഹായിക്കണമേ. അതുപോലെ എല്ലാ സഭാ നേതാക്കളെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഒരുമിച്ച് നിന്നുകൊണ്ട് ദൈവരാജ്യ കെട്ടുപണിക്കായി പ്രവർത്തിക്കാൻ സഹായിക്കണമെന്ന് നമുക്ക് അപേക്ഷിക്കാം. അഭിവന്യ മാറിവാന്യസ് തിരുമേനിയെ സമർപ്പിക്കുന്നു. എല്ലാ തിരുമേനിമാരെയും സമർപ്പിക്കുന്നു. എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠരെയും സമർപ്പിക്കുന്നു. അവരുടെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി പരിശുദ്ധാത്മ സഹായത്താൽ മുന്നോട്ട് അനുഗ്രഹപ്രദമായി കൊണ്ടുപോകുവാൻ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അച്ഛന്മാരെ, പുറത്തുപറയും സമാജം ഭാരവാഹികളെ, സിസ്റ്റേഴ്സ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ, എല്ലാ ആത്മീയ സംഘടനകളുടെ നേതാക്കൾ, പുറത്തുപറയും സമാജം ഭാരവാഹികളെ ഒന്നുകൂടി സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞതുപോലെ നടക്കാനിരിക്കുന്ന ആനുവൽ കോൺഫറൻസിനെ സമർപ്പിക്കുന്നു. ഗ്ലോബൽ കോൺഫറൻസ് എല്ലാം അനുഗ്രഹപ്രദമായി നടന്നു സ്തോത്രം പറഞ്ഞുകൊണ്ട് ഈ ആനുവൽ കോൺഫറൻസ് അനുഗ്രഹപ്രദമാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പ്രാർത്ഥന കൊണ്ടുപോകാം. സിക്കായിരിക്കുന്ന എല്ലാ അഭിഷിക്തരെയും അച്ഛൻ പേര് എടുത്തു പറയാതെ തന്നെ അനേകം വൈദിക ശ്രേഷ്ഠരും അഭിഷിക്തരും രോഗാവസ്ഥയിലുണ്ട്. അവരെ എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. അൽമായരെ സമർപ്പിക്കുന്നു. ആണിപ്പഴുതുള്ള കരങ്ങൾ ദൈവമേ അവരുടെ തലമേൽ വയ്ക്കണമേ, സൗഖ്യം കൊടുക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് അപേക്ഷിക്കാം. 6 വയസ്സുള്ള ദേവിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥിച്ചു. ജിയാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐവി മാമ സുസമ കുറിയാക്കോസ് കഴിഞ്ഞ പ്രാവശ്യം
ഈ ജൂൺ 3-ാം തീയതി 2 പേർക്കും സർജറി ഉണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് പ്രത്യേകം റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ദൈവകൃപയാൽ അവരുടെ സർജറി നന്നായി പോയി. ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം തുടർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിമ്മെ കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിനു എന്ന മകന് വേണ്ടി പ്രത്യേക റിക്വസ്റ്റ് ഉണ്ട്. ഒരു പാൻക്രിയാറ്റിക് സിസ്റ്റ് ആണ്. ദൈവമേ, അത് മലിഗ്നൻസിയിലൊന്നും നയിക്കല്ലേ എന്നുള്ള ആഗ്രഹമുണ്ട്. ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ലാലു മേരി സക്കറിയായിക്ക് വേണ്ടി സ്തോത്രം. ശാന്ത തോമസിന് വേണ്ടി സ്തോത്രം. തോമസ് എന്ന മകൻ ഏതാണ്ട് വളരെ ക്രിട്ടിക്കലായിട്ട് മരണം പ്രതീക്ഷിച്ചുള്ള മകനാണ്. അതുപോലെ അനേകര് മരണാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യാശയോടുകൂടി ആ അവസ്ഥയിലും ദൈവസന്നിധിയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്തിന് പ്രത്യാശയോടുകൂടി കടന്നു പോകാനുള്ള പ്രാർത്ഥിക്കാം. ലിഖിതാചാര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകം റിക്വസ്റ്റുകളുണ്ട്. നമ്മൾ പ്രാർത്ഥന ആരംഭിച്ചത് മുതലുള്ള എല്ലാ റിക്വസ്റ്റുകളും ദൈവസന്നിധിയിൽ വയ്ക്കുന്നു. എല്ലാവരുടെയും മനസ്സിലുള്ള പ്രാർത്ഥനകളും എല്ലാ സിക്കായി ശാരീരിക മാനസിക ആത്മീയമായ എല്ലാ രോഗാവസ്ഥയിലുള്ളവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ബർത്ത്ഡേ ആയിരിക്കുന്ന എല്ലാ മക്കളും സൂസൻ, നിർമ്മല, മാത്യു, രജനി, ഹാന ഇവർക്ക് വേണ്ടി സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആയിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. എൻഗേജ്മെന്റ് ആനിവേഴ്സറി ആയിരിക്കുന്ന മക്കൾ റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. സ്പിരിച്വൽ ബർത്ത്ഡേ ആയിരിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് മാമോദീസ അവരവരുടെ ബാപ്റ്റിസം ഏത് ഡേയിലായിരുന്നു എന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. അത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ബർത്ത്ഡേ ആയി കണക്കാക്കി സ്പിരിച്വൽ ബർത്ത്ഡേസ് ആയിരുന്ന എല്ലാ മക്കളെയും ദേവസ്ഥാനെ സമർപ്പിക്കുന്നു. നമുക്ക് മാമോദീസ നമ്മുടെ പ്രധാന കാർമ്മികത്വം വഹിച്ച എല്ലാ പുരോഹിതന്മാരെ, നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ നമുക്ക് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നടത്തി ഉദാശകൾ നടത്തിയ എല്ലാ പ്രധാനപ്പെട്ട ആശുമാരെയും എല്ലാം സ്തോത്രത്തോടെ ദേവസ്ഥാനെ സമർപ്പിക്കുന്നു. ഒരു കഴിഞ്ഞ ദിവസം ഒരു 10 വയസ്സുള്ള ഒരു കുഞ്ഞ്, ആപത്തിൽപ്പെട്ട ഒരു കൊച്ചു കുഞ്ഞിനെ രക്ഷിച്ചതായിട്ട് നമുക്ക് വായിക്കാനിടയായി. നീന്തലൊക്കെ അറിയുന്നതായിരുന്നു. ഓടിച്ചെന്ന കൊച്ചു കുഞ്ഞിനെ രക്ഷിക്കാനും അതിനുള്ള പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷ കൊടുക്കാനും ഒക്കെ ഇടയായി. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെയും നീന്തലും അതൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. പക്ഷെ ആപത്ത് ഘട്ടത്തിൽ പോയി ഒരു കുഞ്ഞിനെ രക്ഷിക്കാനുള്ളതായ ഒരു സാന്നിധ്യം ആ കുഞ്ഞിനെ വേണ്ടി സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ പല ആളുകൾ അവർ സ്വന്തം ജീവനെ അപകടപ്പെടുത്തി മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള ഒരു മനസ്സാന്നിധ്യം അവരെ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ടെൻഡൻസി പൊതുവെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവർക്കും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജയിൽവാസം കുറ്റം ചെയ്തും അല്ലാതെയും ജയിൽവാസം അനുഭവിക്കുന്ന അനേകരുണ്ട്. അവരെ സമർപ്പിക്കുന്നു. കഴിഞ്ഞ 20 വർഷം ജയിൽവാസം അനുഭവിച്ചിട്ട് മാതാവിന്റെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ആഗോളമായി എല്ലാ ജനങ്ങളും കൂടെ ഒരുമിച്ച് നൽകുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനെ വിടുവിച്ചതായി നമ്മൾ വായിച്ചറിഞ്ഞു. അതേപോലെ അനേകരുണ്ട്. ജയിലില് സുവിശേഷം അറിയിക്കുന്നവരുണ്ട്. എല്ലാ സുവിശേഷങ്ങളുടെ കാര്യം യേശുവിനെ സമർപ്പിക്കുന്നു. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, യാത്ര ചെയ്ത് ക്ഷേമമായി വന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും എല്ലാ യാത്രയും ചെയ്യുന്ന, പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ അവസ്ഥയിൽ യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും യേശുവിനെ സമർപ്പിക്കുന്നു. യുദ്ധത്തിന്റെ ഭീതിയിലിരിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കുന്നു. ദൈവമേ, സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള കൃപ തരണമേ. അതുപോലെ ഭരണാധികാരികളുടെ ആത്മാക്കളോട് ഇടപെടണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഹാന, ശാലയം, ആശ്രയ, കാരുണ്യ നിലയം, ഈ എല്ലാ വോളണ്ടറി സംഘടനകളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന എല്ലാ മക്കളെയും, ആപത്ത് ഘട്ടങ്ങൾ തരണം ചെയ്തുകൊണ്ട് ജോലി ചെയ്യുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വളരെ വിഷമത്തിലിരിക്കുന്ന മക്കളുണ്ട്, ജോലി കിട്ടിയവരുണ്ട്, ഇപ്പോഴും അതിനകത്ത് വിഷമിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും ചെറി മക്കളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ജനറേഷന് വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാകുന്നതല്ല. രാഹുൽ എന്നൊരു മകൻ ആവർത്തിച്ച് ടെസ്റ്റ് എഴുതിയിട്ട് അതിനകത്ത് പാസ്സാകാതെ ഇപ്പോഴൊരു വലിയ ശ്രമം നടത്തിയതിന് ശേഷം പ്രത്യേകം റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ അനേകം മക്കളുണ്ട്. തീർച്ചയായിട്ടും അനേക പ്രാവശ്യം ടെസ്റ്റ് എഴുതിയിട്ട് പ്രത്യാശയോടെ ഇരിക്കുന്ന മക്കളുണ്ട്. അവരുടെ ഭാവി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. 2 ആന്മാരെ, എലിസബത്ത്,
ആൽബിറ്റ്, ലോറൻസ്, അനേകം മക്കളുണ്ട്. അവര് പ്രത്യേകമായി ഇപ്പോഴത്തെ ജനറേഷന് പല വിധത്തിലുള്ള വെല്ലുവിളികളാണുള്ളത്. അവര് വിശുദ്ധ ഗ്രന്ഥം വായിച്ചും പ്രാർത്ഥിച്ചും ആരാധനയിൽ പങ്കെടുത്തു. കുദാശകളിൽ പൂർണ്ണമായിട്ട് ദൈവാശ്രയത്തിൽ മുൻപേ ദൈവരാജ്യവും നീതിയും അന്വേഷിക്കാനുള്ള പ്രത്യേക കൃപ എല്ലാ മക്കൾക്കും കൊടുക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സമകാലീന പ്രശ്നങ്ങൾ പലതാകും. നമുക്ക് വിവരിക്കാനാവാത്ത പ്രശ്നങ്ങളാണുള്ളത്. അഗസ്റ്റിനെ വിശുദ്ധനാക്കിയ ദൈവം പ്രാർത്ഥിച്ച അതാവിനോട് വിശുദ്ധി ആവശ്യമായിരുന്നു. പ്രാർത്ഥിക്കുന്ന നമുക്കൊക്കെയും വിശുദ്ധി ആവശ്യമാകുന്നു. എല്ലാവർക്കും വേണ്ടി, എല്ലാ മക്കൾ, കുഞ്ഞു മക്കൾ, ലോകമെമ്പാടുമുള്ളവർക്ക് വേണ്ടി, നമ്മുടെയൊക്കെ കൂടി വന്ന എല്ലാവർക്കുമുള്ള പുതിയ ജനറേഷന് വേണ്ടി നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവം തമ്പുരാൻ ഇത് കേട്ട് ഉത്തരമല്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. അനേകം മക്കളുടെ റിക്വസ്റ്റ് ഉണ്ട്. ഹെയറൻ, ജസ്റ്റിൻ, എബി, ഒരുപാട് മക്കളുണ്ട്. അതേപോലെ മാതാപിതാക്കളോട് കഠിനമായ ദേഷ്യമുള്ള മക്കളുണ്ട്. ഒരു വിധത്തിൽ അവരോട് നിരന്നു പോകാൻ വയ്യാത്ത മക്കളുണ്ട്. പേരൻസ് വളരെയധികം കഠിനമായ വിഷമം അനുഭവിക്കുന്നുണ്ട്. അവരെല്ലാം ദൈവസന്നിധിയിൽ വെച്ച് നമുക്ക് നിരന്തരം യാചിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ കണ്ണുനീർ തോൽക്കൊടുത്തിൽ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവം അതിനൊരു ഉത്തരം തരും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഡിട്രോയിറ്റ് സെന്റ് ഗ്രിഗോറിയസ്, കാൽഗറി സെന്റ് മേരീസ് ചർച്ചിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാം ആരാധന തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. ദൈവം നാമ മഹത്വത്തിനായി തീരണമെന്ന്. ഇനിയും ചർച്ച് കൺസ്ട്രക്ഷനുള്ള ഹ്യൂസ്റ്റൺ, ഡാലസ്, ഗാർലൻഡ് എല്ലാ സെന്റ് ഗ്രിഗോറിയസ് ചർച്ചുകളും അനുഗ്രഹപ്രദമായി കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കാൻ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമേത കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന രോഷിനി കശ്മ, ദീപ് കശ്മ, ബീന, ബെറ്റ്സി, ബെറ്റി, ഷെറിൽ, ചിന്നു, ചിത്ര, ക്രിസ്റ്റി, സിജി വരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ധാരാളം റിക്വസ്റ്റുകളുണ്ട്. കുഞ്ഞുങ്ങളെ ലഭിച്ചവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യ മഹത്വത്തിനായിട്ട് അവരെ വളർത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളെ കൊണ്ട് വിഷമം അനുഭവിക്കുന്ന പേരൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന കിഫ്റ്റി, അലീഷുബ, ഫേബ, ആർലിൻ, അലീന, ഗീതു, നിഷ, ക്രിസ്റ്റ, എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജന്മബ്രാനെ കുഞ്ഞുങ്ങളെ കൊടുത്ത് അസുഖമായി അവരുടെ പ്രസവവും എല്ലാ കുഞ്ഞുങ്ങളെ ആരോഗ്യത്തോടും ആയുസ്സോട് കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്ന സിറിൽ, ബെന്നി, സോഹൻ, സ്റ്റേസി, ജെറമി, കാരൾ, മിന്നു, ടാഷ, താര, ജെഫേഴ്സൺ, മറിയ, ടീന, ടീജ, ധാരാളം മക്കളുണ്ട്. കർത്താവെ അവിടുത്തെ ഹിതമനുസരിച്ച് തക്ക കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. സെമിനേറിയൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓൾട്ടർ ബോയ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഹോസ്പിസ് യൂണിറ്റ്സ്, മെഡിക്കൽ ടീം, രോഗികളെ ശുശ്രൂഷിക്കുന്നവർ, അൾസമേഴ്സ്, ഡിമെൻഷ്യ ആയിരിക്കുന്നവർ, വാർദ്ധക്യത്തിൽ ഇരിക്കുന്നവർ, അനാഥർ, വിധവമാർ, പ്രാർത്ഥിക്കാൻ വിട്ടുപോയ കാര്യങ്ങളും സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാട് പോലെ ദുഃഖിക്കുന്നവരെ, ഒരു ഹെലികോപ്റ്റർ ആക്സിഡന്റിൽ പോയ ദേവ്, വിജയ്, അവരെ പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവസേന സമർപ്പിക്കുന്നു. മറിയാമ്മ മാത്യു, ജോസഫ് മാത്യു, തോമസ് പി മാത്യു, എന്നമ്മ ജോർജ്, അവരുടെ ആത്മാക്കളെ സമർപ്പിക്കുന്നു. അൽമായരും അഭിഷിക്തരുമായ എല്ലാ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ ആത്മാക്കളെ സമീപമുള്ള പർദീസയിൽ പ്രാർത്ഥിക്കണമെന്ന്, അവരുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട സൂസൻ ഉമ്മനാണ്. സൂസൻ ഉമ്മനെയും കുടുംബത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സൂസൻ ഉമ്മൻ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അളവറ്റ് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പരിശുദ്ധ തൃത്വമേ, അവിടുത്തെ മുമ്പാകെ ഒരു സഭയുടെ അംഗങ്ങളായി കൂടി വരുവാൻ നീ ഞങ്ങൾക്കായി ഒരുക്കി തന്ന ഈ സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നീ തന്ന നല്ല ദാനങ്ങൾ എണ്ണി പറയുവാൻ ഞങ്ങളുടെ ആയുസ്സും പോരാ, ഞങ്ങളുടെ നാവ് മതിയാവുമോ എന്ന് ഞങ്ങൾ കർത്താവെ ചിന്തിക്കുന്നു. കർത്താവെ, എത്രമാത്രം അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തന്ന് നീ ഞങ്ങളെ ഈ ലോകത്തിൽ നിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. അവിടുത്തെ ദിവ്യാത്മാവിനെയും തന്നു നീ ഞങ്ങളെ നടത്തുന്ന വൻ കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. എന്നാൽ നിന്റെ ഇഷ്ടത്തിന് അപ്പുറമായി ഈ ലോകത്തിലെ അധിപനായ ദുഷ്ടന്റെ
വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും ഒക്കെ ഞങ്ങളെ കർത്താവെ നിനക്ക് വിരോധമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ചെയ്യുമ്പോൾ ഞങ്ങളിലുണ്ടാകുന്ന പാപം, ഞങ്ങളിലുള്ള പാപം ഞങ്ങളെ കൊണ്ട് പാപികളും ബലഹീനരുമാക്കി തീർക്കുന്നു കർത്താവെ. ഈ ബലഹീനതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിപ്പാൻ അവിടുത്തെ പുത്രൻ ഞങ്ങളോട് പറഞ്ഞ പോലെ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരിപ്പീൻ എന്ന് പറഞ്ഞ വചനത്തിൽ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു കർത്താവെ. എന്നാൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും ഒക്കെ കുറവുള്ളതാകുന്നു, കളങ്കമുള്ളതാകുന്നു കർത്താവെ. അനുനിമിഷം ഞങ്ങളുടെ ചിന്തകൾ പോലും അങ്ങേക്ക് അപ്രിയമായിട്ടുള്ളതൊക്കെ ആയിത്തീരുമ്പോൾ കർത്താവെ, അവിടുത്തെ കൃപ, അവിടുത്തെ പുത്രന്റെ രക്തത്തിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കുന്ന നാഥ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു കർത്താവെ. ഈ പ്രാർത്ഥന സമർപ്പിക്കുന്ന അടിയൻ നീതിയുള്ളവളല്ല, എന്നാൽ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നീതിയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഈ സഭയെ നയിക്കുന്ന ഞങ്ങളുടെ ബാവ തിരുമേനിയും മറ്റ് ശ്രേഷ്ഠ തിരുമേനിമാരെയും അവിടുത്തെ കൈകളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദേവാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന പട്ടക്കാർ, അവരുടെ കുടുംബങ്ങൾ കർത്താവെ, മറ്റ് ശുശ്രൂഷകളിലായിരിക്കുന്ന മക്കൾ, സുവിശേഷകർ, പ്രാസംഗികർ എല്ലാവരെയും അവിടുത്തെ കൈകളിൽ സമർപ്പിക്കുന്ന നാഥ. അവിടുന്ന് അവരെ തൊടയണമേ. എല്ലാവരും സ്വന്തം താല്പര്യത്തിനല്ല കർത്താവെ, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്റെ ഹിതം നിറവേറുവാൻ തക്കവണ്ണം നീ അവരെ നയിക്കണമേ നാഥ. ഞങ്ങളുടെ ഈ കർത്താവെ, ഈ പ്രയർ സെല്ലിനെ നിന്റെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. അതിന്റെ പ്രസിഡന്റായ ഞങ്ങളുടെ അഭിവന്യമാർ ഇവാനിയോസ് തിരുമേനിയെയും വൈസ് പ്രസിഡന്റായ ബി അച്ഛനെയും ഈ കർത്താവെ, ഈ പ്രയർ സെല്ലിനെ കൃത്യമായി നിഷ്ഠയോടെ കർത്താവെ നടത്തുന്ന എലിസബത്ത് അമ്മാമയും അവിടുത്തെ കൈകളിൽ സമർപ്പിക്കുന്നു. വേണ്ട ശക്തിയും കൃപയും കൊടുത്ത് ഒരു മടുപ്പുമില്ലാതെ കർത്താവെ നിന്റെ വേല ചെയ്യുവാൻ, അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുവാൻ നീ അവരെ ശക്തീകരിക്കണമേ നാഥ. എന്ത് ചെയ്താലും പ്രാർത്ഥിച്ചാലും എന്തു പറഞ്ഞാലും കർത്താവെ അത് അങ്ങേക്ക് ഹിതകരമായി തീരുവാൻ അവിടുത്തെ ആത്മാവരിൽ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മർത്തമറിയൻ സമാജത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. വരുവാനിരിക്കുന്ന എല്ലാ കോൺഫറൻസുകളെയും ഏൽപ്പിക്കുന്നു. അവരുടെ നേതാക്കന്മാരെ എല്ലാവരെയും അവിടുത്തെ കൈകളിൽ സമർപ്പിക്കുന്നു കർത്താവെ. നിന്റെ പരിശുദ്ധാത്മാവ് അവരെ നടത്തണമേ, വഴികാട്ടി കൊടുക്കണമേ നാഥ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ, കുടുംബാംഗങ്ങളെ എല്ലാം കർത്താവെ, ഇതിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാ മക്കളുടെയും സംബന്ധിക്കുവാൻ ആഗ്രഹിച്ചിട്ട് വരാതെ പോയിരിക്കുന്ന മക്കളെയും കർത്താവെ നിന്റെ കൈകളിൽ സമർപ്പിക്കുന്നു. എല്ലാ മക്കളെയും അവിടുന്ന് തൊടയണമേ കർത്താവെ. ഞങ്ങളെല്ലാവരും നിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി കർത്താവിന് പ്രിയമുള്ള രീതിയിൽ ഈ ലോകത്തിൽ ജീവിപ്പാനും ഞങ്ങളിലെ പ്രഭയും കർത്താവെ ഞങ്ങളിലെ ജീവിതവും കണ്ട് അനേക മനുഷ്യർ നിന്നിലേക്ക് അടുക്കുവാനും നീ ഞങ്ങളെ കാരണമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളിൽ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും എന്ന് അവിടുത്തെ വിശുദ്ധ വചനം പറയുന്നുവല്ലോ കർത്താവെ. ഞങ്ങളുടെ വിശ്വാസത്തിൽ കളങ്കമുണ്ട് കർത്താവെ. അതിനാൽ ഞങ്ങളുടെ വിശ്വാസത്തെക്കാൾ നിന്റെ പുത്രന്റെ വിശ്വാസത്തിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ, അവിടുത്തെ പിതാവിനെ എത്രമാത്രം വിശ്വസിച്ചോ ആ വിശ്വാസത്തിൽ കർത്താവെ അവിടുത്തെ പുത്രന്റെ രക്തത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. ഞങ്ങളുടെ ദീനക്കാരെ നീ രക്ഷിക്കണമേ. അവരുടെ കിടക്കകളെ അവിടുന്ന് മാറ്റിയെടുക്കണമേ കർത്താവെ. അവിടുത്തെ ഹിതമല്ല ഞങ്ങളുടെ ദീനമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. സൗഖ്യമുള്ളവരായി, സന്തോഷമുള്ളവരായി, സ്വർഗീയമായ രീതിയിൽ കർത്താവെ പരിശുദ്ധാത്മ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന മക്കളായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ കർത്താവെ. എല്ലാ ആശുപത്രി കിടക്കകളിലും കിടക്കുന്ന മക്കളെ നീ തൊടയണമേ. നിന്റെ ആത്മാവ് അവരിലേക്ക് ഇറങ്ങണമേ കർത്താവെ. അവരെ ശുശ്രൂഷ ചെയ്യുന്ന മക്കളെ നീ സഹായിക്കണമേ. നല്ല ബുദ്ധിയും ജ്ഞാനവും കൊടുത്ത് നല്ല തീരുമാനങ്ങൾ എടുപ്പാൻ നീ അവരെ ശക്തീകരിക്കണമേ നാഥ. നിന്നിൽ അഭയം പ്രാപിക്കുന്ന ഒരു മനുഷ്യനും കർത്താവെ നീ കർത്താവെ സൗഖ്യം കൊടുക്കാതെ ഇരുന്നിട്ടില്ലല്ലോ. നിന്റെ അടുത്ത് വന്ന എല്ലാവരെയും നീ സൗഖ്യമാക്കിയ കർത്താവാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഞങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞുകുട്ടികളെ ഏൽപ്പിക്കുന്നു കർത്താവെ. അവരുടെ വിദ്യാഭ്യാസങ്ങളും പരീക്ഷകളും എല്ലാം അവിടുത്തെ കൈകളിൽ സമർപ്പിക്കുന്നു. വേണ്ടുന്ന സഹായവും ബലവും ആത്മീക ശക്തിയും കൊടുത്ത് തങ്ങൾക്ക് നേരിടുന്ന പരീക്ഷകളെ കർത്താവെ എതിരിടുവാൻ നീ ബലപ്പെടുത്തണമേ. വിവാഹ പ്രായമെത്തിയ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിൽ അർത്ഥമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന ഈ നാളുകളിൽ കർത്താവെ, അന്യോന്യം മനസ്സിലാക്കുവാൻ നിന്റെ ആത്മാവ് അവരിലേക്ക് ഇറങ്ങണമേ. മാതാപിതാക്കളും സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാതെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് അനുസരണമുള്ളവരായി തീരുവാൻ, അവിടുത്തെ പരിശുദ്ധാത്മാവ് നയിച്ച ദൈവീയ കുടുംബങ്ങളായി തീരുവാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. വിവാഹം കഴിഞ്ഞ മക്കൾക്കായിട്ടും വിവാഹത്തിനായിട്ട് ആഗ്രഹിക്കുന്നവരെയും ഏൽപ്പിക്കുന്ന കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൽ ഇടപെടണമേ. വിവാഹം കഴിഞ്ഞ മക്കൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ കൊടുത്ത് ദൈവീയ കുടുംബങ്ങളെ സൃഷ്ടിക്കുവാൻ അവിടുന്ന് അവരെ ശക്തീകരിക്കണമേ നാഥ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവേ, യേശുവേ നാഥ, ജന്മദിനങ്ങൾ ആഘോഷിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ അവരുടെ വരുവാനിരിക്കുന്ന വർഷങ്ങളെ അനുഗ്രഹിച്ച് നിന്റെ സകല കൃപകളാലും നീ അവരെ നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ജയിൽവാസം അനുഭവിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. അവിടുന്ന് ജയിലിൽ ഇറങ്ങി ദാനിയേലിനെയും കർത്താവേ ജോസഫിനെയും സഹായിച്ച കർത്താവേ, നീ അവരെയും സഹായിച്ച് മനംതിരിവുള്ളവരായി നിന്നെ അറിയുന്ന മക്കളായി വീണ്ടെടുപ്പിന്റെ നാളുകളെ നീ അവർക്ക് കാണിച്ചു കൊടുക്കണമേ നാഥ. ഹല്ലേലൂയ. കർത്താവേ, യേശുവേ നാഥ, വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ ഏൽപ്പിക്കുന്ന കർത്താവേ, നീ അവർക്ക് ആശ്വാസം കൊടുക്കണമേ. യുദ്ധങ്ങളും യുദ്ധഭീതികളുമായിട്ട് പ്രയാസപ്പെടുന്ന രാജ്യങ്ങളെ കൈകളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ ജനങ്ങളെ സഹായിക്കുന്ന കർത്താവ് അവിടുന്ന് ആകുന്നുവല്ലോ. ആശ്വാസം കൊടുത്ത് കർത്താവേ, നീ താങ്ങി നിർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് വചനം ഘോഷിച്ച കൊച്ചമ്മയെയും കുടുംബത്തെയും ഏൽപ്പിക്കുന്നു കർത്താവേ. മേലിലും നീ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. കുറവുകളുടെ മേൽ അവിടുന്ന് അധികാരം ഏറ്റെടുത്ത് കർത്താവെ ബലപ്പെടുത്തി വീണ്ടും നല്ല കർത്താവെ വെളിച്ചവും തെളിച്ചവുമുള്ള വാക്കുകളായി ജനങ്ങളുടെ ഇടങ്ങളിലേക്ക് പ്രബോധനത്തിനായി ഇറങ്ങുവാൻ നീ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളെ വാങ്ങിപ്പോയവരെ അവിടുത്തെ കൈകൾ അവിടുത്തെ ഇമ്പങ്ങളുടെ പറദീസായിൽ കാത്തുകൊള്ളണമേ കർത്താവേ. ഞങ്ങളുടെ ഇന്നത്തെ സകല പ്രാർത്ഥനകളും കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന വിശുദ്ധന്മാരുടെയും വിശുദ്ധ മാതാവിൻ്റെയും പ്രാർത്ഥനകളും കർത്താവേ, ഞങ്ങൾ സകലതും അവിടുത്തെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും കേട്ട് കർത്താവേ, നീ ഞങ്ങൾക്ക് ഉത്തരം അരുളിത്തരണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാവാസും നമ്മെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും സഭയിന്മേലും നാടിന്മേലും ഇടവകളിന്മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട അന്നമ്മ ഏബ്രഹാം. At the outset, let me thank God Almighty for bringing us together this day of June 5th, one more time, to worship our Lord. ഇന്ന് ഈ ടെലപ്രയറിലേക്ക് കടന്നു വന്ന എല്ലാവരെയും നന്ദി പറയുന്നു. പ്രത്യേകമായിട്ടും എല്ലാ വൈദിക ശ്രേഷ്ഠരെ ഓർത്ത് നന്ദി പറയുന്നു. പലവിധമായ സ്കെഡ്യൂളുകൾ കൂടിയൊക്കെ നീക്കിവെച്ച് ഈ വേദിയിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെയും ലീഡ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട എബി അച്ഛനെ ഓർത്ത് നന്ദി പറയുന്നു. വേദഭാഗങ്ങൾ വായിച്ചും പാട്ടുകൾ പാടിയും സഹായിച്ച ഓരോരുത്തരെയും ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകമായിട്ടും വചനം നമ്മളെ പറഞ്ഞ് നമ്മെ ബോധവാന്മാരാക്കി സഭയെ പറ്റിയും സഭയിൽ ഒരു സ്ത്രീ ആയിരിക്കും നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നും കുടുംബത്തിൽ എങ്ങനെ ആയിരിക്കണമെന്നും നമ്മെ പറഞ്ഞ് നമ്മെ ധന്യരാക്കിയ ബഹുമാനപ്പെട്ട സൂസൻ മാത്യു കൊച്ചമ്മയോടുള്ള നന്ദിയും ആദരവും സ്നേഹവും അറിയിക്കുന്നു. എല്ലാത്തിനും ഉപരിയായി ഇതിന് ചുക്കാൻ പിടിച്ച് മുടക്കം കൂടാതെ അനുഗ്രഹപ്രദമായ രീതിയിൽ ഇന്നുവരെ നടത്തി കൊണ്ടുവരുന്ന എലിസബത്തിനോടും മറ്റുള്ള എല്ലാ ഭാരവാഹികളോടും ഉള്ള നന്ദി ഇപ്പോൾ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി സർവശക്തനായ ദൈവത്തിൻ്റെ കാവലും കരുതലും നമ്മോടുകൂടെ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, സ്തോത്രം.